കടയിലൊക്കെ കിട്ടുന്ന പോലെയുള്ള അലോവേര ജെല്ല് നമുക്ക് നാച്ചുറലായിട്ട് വീട്ടിൽ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് 1-2 തണ്ട് നമ്മൾ കറ്റാർ വാഴ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ ജെല്ല് ഇതുപോലെ എടുത്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊട്ടറ്റോ ആണ്. അപ്പോൾ ഞാൻ ഒരു പൊട്ടറ്റോ എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നമുക്ക് അത് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കാം. നമുക്ക് അത് ആവശ്യമില്ല, ഈ സ്റ്റാർച്ച് മാത്രമാണ് ആവശ്യമുള്ളത്. ഇനി ഒരു പാനിലേക്ക് അലോവേര ജെൽ ഒഴിച്ച് കൊടുത്ത് സ്റ്റൗവിലേക്ക് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ പൊട്ടാറ്റോ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ നന്നായിട്ട് ഇളക്കണം, അല്ലെങ്കിൽ കട്ടയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ജെല്ലിന് കുറച്ച് മണമൊക്കെ കിട്ടാനായിട്ട് ഏതെങ്കിലും ഒരു എസൻഷ്യൽ ഓയിൽ ചേർക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ഞാൻ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 സ്പൂൺ ഗ്ലിസറിൻ കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു ബോട്ടിലേക്ക് സൂക്ഷിക്കുന്നുണ്ട്. അടിപൊളി റിസൾട്ടാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.